ഭീമനും ദുര്യോധനനും നേർക്കുനേർ. ശല്യരുടെ മരണത്തോടെ അനാഥമായിത്തീർന്ന കൗരവസേനയെ ആന കരിമ്പിൻതോട്ടത്തിൽ കടന്നതുപോലെ ഭീമസേനൻ തകർക്കുകയാണ്. ശകുനിയെ സഹദേവൻ കൊന്നു. ഭയന്നുപോയ ദുര്യോധനൻ യുദ്ധരംഗത്തുനിന്ന് ഓടി ദ്വൈവായന സരസിൽ ചെന്നു മുങ്ങിക്കിടന്നു. ദുര്യോധനനെ കൊല്ലാതെ യുദ്ധം അവസാനിക്കുകയില്ലല്ലോ. എല്ലാവരും ആ സരസിന്റെ തീരത്തു ചെന്നു. സൈന്യം നഷ്ടപ്പെട്ട തന്നെ ഗദായുദ്ധത്തിൽ തോൽപ്പിക്കാൻ ആരുണ്ട് എന്ന് ദുര്യോധനൻ വെല്ലുവിളിക്കുകയാണ്. ദ്വന്ദ്വയുദ്ധത്തിൽ തന്നെ തോൽപ്പിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിച്ചു. മറിച്ച് താനാണ് ജയിക്കുന്നതെങ്കിൽ രാജ്യം തനിക്ക് വേണം. ഭീമൻ വെല്ലുവിളി ഏറ്റെടുത്തു. ഗദായുദ്ധത്തിൽ ഇരുവരും തുല്യരാണ്. ഈ ദ്വന്ദ്വയുദ്ധമാണ് മഹാഭാരത യുദ്ധത്തിന്റെ അന്തിമഫലം നിശ്ചയിക്കുന്നത്. ഇരുവരും ആജന്മശത്രുക്കളുമാണ്. വാശിയേറിയ പോരാട്ടം നീണ്ടു. ആർക്കും ജയവും തോൽവിയുമില്ലാതെ. രണ്ടു പർവ്വതങ്ങൾ ഏറ്റുമുട്ടുന്നത് പോലെ യുദ്ധമര്യാദയനുസരിച്ച് തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ദുര്യോധനനായിരിക്കും ജയം. ഭീമൻ ശക്തനാണെങ്കിലും അഭ്യാസബലം കൂടുതൽ ദുര്യോധനനാണ്. ഭീമന് ജയിക്കണമെങ്കിൽ ദുര്യോധനന്റെ തുടയ്ക്കടിക്കണം. അത് യുദ്ധനിയമങ്ങൾക്കെതിരാണ്, ശ്രീകൃഷ്ണൻ പറഞ്ഞു. അർജുനൻ വിഷമിച്ചു. തുടയ്ക്കടിക്കാൻ എങ്ങനെ വിളിച്ചു പറയും? ഒരു യുക്തി തോന്നി. തുടയ്ക്കു താളം പിടിച്ചു തുടങ്ങി. ഭീമസേനൻ അതു കണ്ടു. അർത്ഥം മനസ്സിലാക്കി. അവസരം കിട്ടിയപ്പോൾ ഭീമൻ ദുര്യോധനന്റെ തുടയ്ക്കടിച്ചു. ദുര്യോധനൻ പ്രതീക്ഷിക്കാത്തതാണല്ലോ ഇത്. തുടയെല്ലു പൊട്ടിവീണ ആ യോദ്ധാവിന്റെ തലയ്ക്കു തന്നെ ഭീമൻ തൊഴിച്ചു. ഈ അധർമ്മം കണ്ട് ബലരാമൻ ഭീമന്റെ നേർക്കു കുതിച്ചു. ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ സമാധാനപ്പെടുത്തി. ബലരാമൻ എന്തു ചെയ്യണമെന്നറിയാതെ ദുര്യോധനനെ പുകഴ്ത്തിക്കൊണ്ട് ദ്വാരകയിലേക്ക് തിരിച്ചുപോയി.